പുന്നപ്രയിൽ അമ്മയുടെ ആൺസുഹൃത്തിനെ ഷോക്കടിപ്പിച്ച് കൊന്ന കേസിൽ കൃത്യത്തിലേക്ക് കിരണിനെ നയിച്ചത് വർഷങ്ങൾ നീണ്ട പക. മുമ്പും ദിനേശിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും ഈ ശ്രമം പരാജയപ്പെട്ടതോടെ പിന്നീട് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് നടത്തിയായിരുന്നു കൃത്യം നിർവഹിച്ചത്. സംഭവത്തിൽ മാതാപിതാക്കളെയും പ്രതി ചേർത്തിട്ടുണ്ട്. അമ്മ അശ്വമ്മയുടെ ഫോണിൽ നിന്നുമാണ് ദിനേശ് വരുന്ന വിവരം കിരണിന് കിട്ടിയത്. ദിനേശ് വീട്ടിലെത്തുമെന്ന സന്ദേശം അമ്മയുടെ ഫോണിലേക്ക് എത്തിയത് കിരൺ കണ്ടിരുന്നു. തുടർന്ന് വീടിന് പിന്നിൽ വൈദ്യുത കമ്പി കെട്ടി കിരൺ കെണിയൊരുക്കി. ദിനേശൻ വീട്ടിലെത്തിയെന്ന് ഉറപ്പിച്ച ശേഷം കിരൺ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു. ഷോക്കേറ്റ് നിലത്ത് വീണ ദിനേശിന്റെ മരണം ഉറപ്പിക്കുന്നതിനായി മറ്റൊരു വൈദ്യുത കമ്പി കൊണ്ട് ഷോക്ക് ഏൽപ്പിച്ചെന്നും വിവരമുണ്ട്. പ്രതി കിരണിനും മാതാപിതാക്കൾക്കുമെതിരെ കൊലക്കുറ്റത്തിനാണ് കേസ്. കൊലപാതകം ആസൂത്രിതമാണെന്നും പോലീസ് കണ്ടെത്തി. 4 വർഷം മുമ്പ് ദിനേശൻ കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. കഴിഞ്ഞ പുതുവർഷ ദിനത്തിലും ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിലൊന്നും നിയമ നടപടികളിലേക്ക് കിരൺ കടന്നിരുന്നില്ല. കൊലപാതകത്തിന് ശേഷം കിരണും പിതാവ് കുഞ്ഞുമോനും ചേർന്നാണ് ദിനേശിന്റെ മൃതദേഹം പാടവരമ്പത്ത് കൊണ്ടിട്ടത്. കൊലപാതക വിവരം അമ്മയും മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വാടയ്ക്കൽ കല്ലുപുരയ്ക്കൽ ദിനേശിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ വയലിൽ ചൂണ്ടയിടാനെത്തിയ കുട്ടികളാണ് ഒരാൾ കമിഴ്ന്നു കിടക്കുന്നത് കണ്ടത്. മദ്യപിച്ച് കിടക്കുന്നുവെന്നാണ് കരുതിയത്. പിന്നീട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയപ്പോഴാണ് ദിനേശൻ മരിച്ചതായി തിരിച്ചറിയുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ വൈദ്യുതാഘാതമാണ് മരണകാരണമെന്ന് വ്യക്തമായി. ഇതോടെ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. എന്നാൽ വൈദ്യുതാഘാതം ഏൽക്കേണ്ട ചുറ്റുപാടിലല്ല മൃതദേഹം കിടന്നത്. വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. ഈ പരിശോധനയിൽ കിരണിന്റെ വീട്ടിലെ മീറ്ററിൽ നിന്നും വെള്ളിയാഴ്ച രാത്രി അധിക വൈദ്യുതി ഉപയോഗം നടന്നതായി കണ്ടെത്തി. കുടുംബവുമായി പിണങ്ങിക്കഴിയുന്ന ദിനേശൻ ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. ഇടയ്ക്ക് അശ്വമ്മയുടെ വീട്ടിൽ എത്തുമായിരുന്നു. വീട്ടിലെ സോക്കറ്റിൽ നിന്നാണ് വൈദ്യുത കണക്ഷൻ എടുത്തത്. ദിനേശിന്റെ കൈക്കും കഴുത്തിനും അരയ്ക്കും താഴെ കരിഞ്ഞ പാടുകളുണ്ട്. മരിച്ചെന്നുറപ്പായ ശേഷം മൃതദേഹം വലിച്ചിഴച്ച് വീട്ടിൽ നിന്നും 150 മീറ്ററോളം അകലെ വയലിൽ കൊണ്ടിട്ടു. ദേഹത്ത് പായലുകളും മറ്റും പറ്റിപ്പിടിച്ചിരുന്നു. പ്രതിയെ ഇന്നലെ പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. 3 പേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. മരണം ഉറപ്പാക്കാൻ കോയിൽ പോലെയുള്ള സാധനം ദേഹത്ത് വെച്ച് വീണ്ടും വൈദ്യുതി കടത്തിവിട്ടതായി കിരൺ പോലീസിനോട് സമ്മതിച്ചു. കോയിൽ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുകയാണ്. ദിനേശിന്റെ മരണാനന്തര ചടങ്ങിൽ കിരൺ സജീവമായിരുന്നു.